എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നത് ബാക്സി മൊബിലിറ്റിയുടെ പാസഞ്ചർ ഓട്ടോറിക്ഷ എക്സ്പ്രസ് എന്ന മോഡലാണ്. ഇത് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വാഹനം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാക്സി മൊബിലിറ്റിയുടെ ആദ്യത്തെ ഡീലറായ ആദംസ് ഓട്ടോമൊബൈൽസ് ആണ്. ഈ ആദംസ് ഓട്ടോമൊബൈൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡിൽ വാളക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ബാക്സി മൊബിലിറ്റിയുടെ എക്സ്പ്രസ് എന്ന പാസഞ്ചർ മോഡൽ. ഇത് നമുക്ക് ശരിക്കും ആപ്പയുടെ മോഡലുമായിട്ട് സെയിം തന്നെയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് വരുന്നത് വളരെ വൈഡായിട്ടാണ് ഇതിൻ്റെ ഗ്ലാസ് വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി, ഡ്രൈവർക്ക് നല്ല വിസിബിലിറ്റിയാണ്. പിന്നെ നമുക്കിതൊരു ബീഡിങ്, ഈ ഫ്രണ്ട് ബീഡിങ് ഒരു ചെറിയ ലൈറ്റ് നീല ഷെയ്ഡോട് കൂടിയുള്ള ബീഡിംഗ് ആണ് വരുന്നത്. രാത്രിയിൽ ഈ വാഹനം കൊണ്ടുപോകുമ്പോൾ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ആയിരിക്കും. അതിനുശേഷം ഈ നടുക്ക് ഭാഗത്തായിട്ട് വരുന്ന ഈ ബാക്സി ഈ കമ്പനിയുടെ ലോഗോയാണ്. നടുഭാഗത്തായിട്ട് ഇത് വന്നിരിക്കുന്നത് കമ്പനിയുടെ ലോഗോയാണ്. ഇത് മഡ്ഗാർഡാണ്. മഡ്ഗാർഡ് പ്ലാസ്റ്റിക്കാണ്. അത് മറ്റുള്ള വാഹനങ്ങളെല്ലാം നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്ലാസ്റ്റിക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള മഡ്ഗാർഡാണ് ചെയ്തിരിക്കുന്നത്. ടയർ സൈസ്, നമ്മൾ ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടയറാണ് വരുന്നത്. ആപ്പയുടെ മോഡൽ പോലെ തന്നെ വേണമെങ്കിൽ പറയാം. ടയർ സൈസ് അത്യാവശ്യം വലിയ ടയർ സൈസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ്, രണ്ട് സൈഡിലും ഹെഡ്ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്ററും ഉണ്ട്. അത്യാവശ്യം വിസിബിലിറ്റിയുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇതിൻ്റെ ഡ്രൈവർ ക്യാബിൻ അത്യാവശ്യം വിശാലമായ സ്പേസ് ഉള്ള ഡ്രൈവർ ക്യാബിൻ തന്നെയാണ്. ഹാൻഡിൽ തന്നെയാണ് ഇതിൻ്റെ സ്വിച്ചുകളെല്ലാം ഇരിക്കുന്നത്. ഇത് ഹോണാണ്. ഇത് റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്ന സ്വിച്ചാണ്. ഇതിൻ്റെ സ്റ്റാർട്ടർ സ്വിച്ചാണ്. ഇത് നമ്മുടെ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന സ്വിച്ചാണ്. പിന്നെ ഇത് എല്ലാം ഓട്ടോ ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്നതായിരിക്കും. ഇതിൻ്റെ DC, ഇത് സ്റ്റോപ്പ്, ഇത് RC, ഇത് നിങ്ങൾക്കറിയാവുന്നതാണ്. അത്യാവശ്യം ഈ പറയുന്ന ആപ്പയുടെയും ഒക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഇതും അതിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഇത് LPI എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ, ഇത് OBD2 സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് വെള്ളം നമ്മൾ എത്രത്തോളം ഇതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്, ഇതിന് എത്രത്തോളം ഈ വാഹനം ഓടാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ശരിക്കും OBD2A പ്രത്യേകതയാണ്. അങ്ങനെയുള്ള ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ വെള്ളം എവിടേക്കാണ് ഒഴിക്കേണ്ടതെന്നുള്ളത് അത് ബാക്ക് സൈഡിലെ എൻജിൻ റൂമിലാണ് വരുന്നത്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം നമ്മുടെ സാധനങ്ങൾ, നമുക്ക് പേഴ്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെയുള്ള സാധനങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. അത് ശരിക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതിമനോഹരമായിട്ട് തന്നെയുള്ള ഒരു മീറ്ററാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹസാർഡ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇത് വൈപ്പറിൻ്റെ സ്വിച്ചാണ്. ഇത് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ സ്വിച്ചുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ മൊബൈൽ ഒന്ന് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ വെക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നമുക്ക് കേബിൾ കുത്തിയിട്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പിന് വരുന്നത് ഡ്രൈവർ സീറ്റിന് അടിവശത്തായിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പിന് വരുന്നത്. സ്റ്റെപ്പിന് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി പാസഞ്ചർ ക്യാബിനിലേക്ക് കയറുകയാണ്. പാസഞ്ചർ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് കയറുന്നത്.
നമ്മൾ ഡോറ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോറ് വരുന്നത് ഇത് മെറ്റലല്ല, ഇത് ഫൈബറിൻ്റെ ഡോറാണ്. ഇത് രണ്ട് സൈഡിലും ഡോറുണ്ട്, പക്ഷേ അത് ഫൈബറിൻ്റെ ഡോറാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കി എല്ലാ ഭാഗങ്ങളും മെറ്റലാണ്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള മെറ്റൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ഏകദേശം ഒരു 4 പേർക്ക് ഇരിക്കുന്നതിന് വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. ശരിക്കും ഒരു ഓട്ടോറിക്ഷയ്ക്ക് 3+1 ആണ്, 3 യാത്രക്കാരും ഡ്രൈവറുമാണെങ്കിലും ഇതിനകത്ത് നമുക്ക് 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാസഞ്ചർ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാല് വെക്കുന്നതിനും ഒക്കെ വളരെ സൗകര്യപ്രദം തന്നെയാണ്. കാരണം അത്രയും സ്പേസ് ഇതിനുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹാൻഡിൻ്റെ ഹോൾഡർ ഉണ്ട്. ഇത് രണ്ട് സൈഡിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിലോട്ടുള്ള ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഹൈറ്റാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിയാജിയുടെ ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം അതേ ഒരു സെയിം മോഡൽ തന്നെയാണ് ഈ ബാക്സിയും അവരുടെ മോഡൽ ചെയ്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം സെയിം ആപ്പയുടെ അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനിയും ബാക്ക് വശം ഒന്ന് തുറക്കാം, എൻജിൻ റൂമും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണിക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ലഗേജ് വെക്കുന്നതിന് വേണ്ടി ഇത്രയും സ്പേസാണുള്ളത്. നമുക്ക് സീറ്റ് വേണമെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് വളരെ കൂടുതലായിട്ട് കിട്ടും. അപ്പം നമുക്ക് ഫോൾഡ് ചെയ്ത് സീറ്റൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷമുള്ളതാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ലഗേജ് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെ വിശാലമായ സ്പേസ് തന്നെയാണ് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ എൻജിൻ റൂം കാണിച്ചു തരാം. എൻജിൻ റൂം ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് എൻജിൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും 435 cc എയർ കൂൾഡ് എൻജിനാണ്. നേരത്തെ OBD2A എന്ന് പറഞ്ഞിട്ടൊരു വാട്ടറിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് ഫ്രണ്ടിൽ കാണിച്ചായിരുന്നല്ലോ, LPI ഡിസ്പ്ലേ യൂണിറ്റ്. ആ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഭാഗത്താണ്. ആ LPI യൂണിറ്റിലേക്കുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി ഈ വെള്ളം കുറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ യൂണിറ്റിൽ അത് കാണിച്ചു തരുമ്പോൾ നമ്മൾ നമ്മുടെ സാധാരണ പച്ചവെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത ശേഷം ഈ ക്യാപ്പ് അങ്ങ് അടച്ചു വെക്കുക. ഇതിൻ്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ഒരു ബാക്കിലെ ഒരു ഗ്രില്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ് ഇത്. ഡീസൽ വേരിയൻ്റാണ് നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തത്. ഇനി CNG വേരിയൻ്റ് ഉണ്ട്, ഗുഡ്സിൻ്റെ വേരിയൻ്റ് ഉണ്ട്. ഈ 3 വേരിയൻ്റ് വാഹനങ്ങളും ഇവിടെ സ്റ്റോക്കുണ്ട്. ഇതിന് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസാണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഈ വണ്ടിയുടെ ഈ എക്സ്പ്രസ് ഡീസൽ ഓട്ടോറിക്ഷയുടെ പ്രൈസ് വരുന്നത് ഓൺ ദ റോഡ് ഇതിൻ്റെ പ്രൈസ് 2,95,000 രൂപയാണ്. ഇതിൻ്റെ വാറൻറ്റി വരുന്നത് 3 വർഷം, അതല്ല എന്നുണ്ടെങ്കിൽ 1,00,000 കിലോമീറ്ററാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വാറൻറ്റി വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വാറൻറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബാക്സി എക്സ്പ്രസ് പാസഞ്ചർ മോഡലിൻ്റെ എൻജിൻ നമുക്കെല്ലാവർക്കും, ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുപരിചിതമായ ഗ്രീവ്സിൻ്റെ എൻജിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. 435 cc എൻജിനാണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് വരുന്നത് 19 ന്യൂട്ടൺ മീറ്ററാണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് 19 Nm ആണ് ടോർക്ക് വരുന്നത്. ഇത് ബാക്സിയുടെ CNG മോഡലാണ്. മറ്റേ മോഡലുമായിട്ട് നോക്കുവാണെങ്കിൽ സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല.
CNG മോഡലിൻ്റെ ബാക്കിലത്തെ സ്പേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ മോഡലിൻ്റെ അതേ സെയിം തന്നെയാണ്. നമുക്ക് ശരിക്കും ഓട്ടോറിക്ഷയുടെ 3 പേർക്കാണെങ്കിലും 4 പേർക്ക് സുഖമായിട്ടിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും. ബൂട്ട് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ CNGയുടെ കപ്പാസിറ്റി വരുന്നത്, വെള്ളത്തിൻ്റെ അളവ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 40-45 ലിറ്റർ എന്ന് പറയാം. ഏകദേശം ഒരു 5 കിലോയോളം CNG നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ വാറണ്ടി സെയിം തന്നെയാണ്. ഡീസൽ വണ്ടിക്കും CNG വണ്ടിക്കും വാറണ്ടി സെയിം തന്നെയാണ്. 3 വർഷം, അതല്ല എന്നുണ്ടെങ്കിൽ 1,00,000 കിലോമീറ്ററാണ് വാറണ്ടി വരുന്നത്. ഈ CNG വാഹനത്തിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 3 ലക്ഷം രൂപയാണ്. ഡീസൽ വാഹനത്തിന് 2,95,000 രൂപയും CNG പാസഞ്ചർ മോഡൽ സെയിം തന്നെയാണ്. CNG എക്സ്പ്രസ് മോഡൽ തന്നെയാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 3 ലക്ഷം രൂപയും. ഡീസൽ വേരിയൻറ്റിൻ്റെ ഡീസൽ ബാക്സി എക്സ്പ്രസിൻ്റെ പ്രൈസ് വരുന്നത് 2,95,000 രൂപയാണ്. CNG മോഡലിൻ്റെ സ്റ്റെപ്പിന് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലാണ്. നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കുന്നതിന് മുദ്ര ലോൺ സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രൈവറ്റ് ഫിനാൻസ് കമ്പനികളുടെ സപ്പോർട്ടുമുണ്ട്. എക്സ്ചേഞ്ചിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഏത് പഴയ വാഹനമാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ വാഹനം സ്വന്തമാക്കാൻ പറ്റും. മറ്റ് കോമ്പറ്റീറ്റർ ഓട്ടോറിക്ഷയായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. ഇവിടെ വന്ന് വാഹനം കണ്ട് ഇഷ്ടപ്പെട്ട് ഈ വാഹനം സ്വന്തമാക്കുക. ഈ ആദംസ് ഓട്ടോമൊബൈൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡിൽ വാളക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് വാഹനം സ്വന്തമാക്കുന്നവർക്ക് ഇവിടെ തന്നെ അതിൻ്റെ സ്പെയറും അതിൻ്റെ സർവീസും എല്ലാം കമ്പനി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എല്ലാവിധ സൗകര്യങ്ങളും കൂടി തന്നെയാണ് കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.